സർക്കാർ ജീവനക്കാരുടെ പണിമുടക്ക് നിയമവിരുദ്ധമെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. പണിമുടക്കിയാൽ കർശന നടപടി വേണമെന്നും പണിമുടക്കുന്നവർക്ക് ശമ്പളത്തിന് അർഹതയില്ലെന്നും കോടതി വ്യക്തമാക്കി. അവർക്ക് ശമ്പളം നൽകുന്നത് പണിമുടക്ക് പ്രോത്സാഹിപ്പിക്കലാണെന്നും കോടതി നിരീക്ഷിച്ചു. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട നിരവധിയായ നിയമ പോരാട്ടങ്ങൾ സംസ്ഥാനം കണ്ടിട്ടുണ്ട്. പലപ്പോഴും കോടതിയുടെ നിരീക്ഷണങ്ങളടക്കം നമ്മൾ നേരത്തെയും ആ തരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ കർശനമാക്കുകയാണ് കോടതി. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രഞ്ജിത്ത്, 2022 സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 48 മണിക്കൂർ പണിമുടക്കിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ജീവനക്കാരെ പിന്തിരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരുന്നു. ഈ ഹർജി തീർപ്പാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി ഇത്തരം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. സർക്കാർ ജീവനക്കാരുടെ പണിമുടക്ക് നിയമവിരുദ്ധമാണ് എന്നാണ് കോടതി ഈ ഹർജി തീർപ്പാക്കിക്കൊണ്ട് വ്യക്തമാക്കുന്നത്. പണിമുടക്കുന്ന ജീവനക്കാർക്കെതിരെ കർശനമായ നടപടികൾ സർക്കാരുകൾ സ്വീകരിക്കണം. ഒപ്പം പണിമുടക്കുന്നവർക്ക് ശമ്പളത്തിന് അർഹതയില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു. പണിമുടക്കുന്നവർക്ക് സർക്കാർ ശമ്പളം നൽകുന്നത് ഈ പണിമുടക്കിനെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിക്ക് തുല്യമാണ് എന്ന ഒരു വിലയിരുത്തലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ശക്തമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എടുക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് വിധിയിൽ ചൂണ്ടിക്കാട്ടുന്നു. രഞ്ജിത്ത്, ഇതുമായി ബന്ധപ്പെട്ട ഹർജി അത് ഏത് തരത്തിലാണ് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്? ഈ കർശനമായ നിരീക്ഷണത്തിന്റെ പശ്ചാത്തലം എന്താണ്? കോടതി ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള വാദങ്ങൾ നടക്കുകയുണ്ടായോ? 2002 സംയുക്ത ട്രേഡ് യൂണിയനുകൾ സംസ്ഥാനത്ത് പണിമുടക്കിന് ആഹ്വാനം ചെയ്ത് 48 മണിക്കൂർ പണിമുടക്കിൽ സംസ്ഥാനത്തെ ഏതാണ്ട് എല്ലാ സർവീസുകളും നിലയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനെതിരെ അല്ലെങ്കിൽ ഇതിനു മുമ്പാണ് സമരത്തിന് മുമ്പാണ് ഈ യൂണിയനുകളെ സമരത്തിൽ നിന്നും പിന്തിരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി കോടതിയുടെ പരിഗണനയിൽ വരുന്നത്. ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെയും ഈ മറ്റ് ട്രേഡ് യൂണിയനുകൾ അടക്കമുള്ളവയുടെയും ഈ വിശദീകരണങ്ങൾ കോടതി തേടിയിരുന്നു. അതിന്മേൽ വിശദമായ വാദം കേൾക്കുകയും ചെയ്തിരുന്നു. ഇതിനൊടുവിലാണ് എന്തായാലും അന്ന് ഈ പണിമുടക്കിൽ നിന്നും ജീവനക്കാരെ പിന്തിരിപ്പിക്കാൻ കോടതി പ്രത്യേകിച്ച് ഉത്തരവുകൾ ഇറക്കിയിരുന്നില്ല. അന്ന് ഈ പണിമുടക്ക് തടയുന്നതിനുള്ള ചില നിർദ്ദേശങ്ങൾ മാത്രമാണ് നൽകിയത്. എന്നാൽ വിശദമായ ഉത്തരവാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. ആ ഹർജി തീർപ്പാക്കിക്കൊണ്ടാണ് ഈ നിർദ്ദേശങ്ങൾ അടങ്ങിയ ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിലാണ് ഈ പണിമുടക്ക് നിയമവിരുദ്ധമാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. സർക്കാർ ജീവനക്കാർക്ക് പണിമുടക്കുന്നതിനുള്ള അവകാശമില്ല എന്ന് തന്നെയാണ് ഈ ഉത്തരവിലൂടെ കോടതി വ്യക്തമാക്കുന്നത്. പണിമുടക്ക് നടത്തുന്നവർക്കെതിരെ കർശനമായ നടപടികളാണ് സർക്കാരുകൾ ചെയ്യേണ്ടത്. ഒപ്പം ഈ പണിമുടക്ക് ദിനത്തിലെ ശമ്പളത്തിന് ഈ പണിമുടക്കുന്ന ജീവനക്കാർക്ക് അർഹതയില്ല എന്നും കോടതി വ്യക്തമാക്കുന്നു. ഈ പണിമുടക്ക് ദിനങ്ങളിലെ ശമ്പളം നൽകുകയാണെങ്കിൽ അത് പണിമുടക്കിന് നൽകുന്ന പ്രത്യക്ഷമായ പിന്തുണയായി കണക്കാക്കേണ്ടി വരും എന്നും ഇക്കാര്യത്തിൽ കർശനമായ നിലപാടുകൾ സർക്കാരുകൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും വളരെ വിശദമായ വാദം കേട്ട ശേഷം തന്നെയാണ് കോടതിയുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ ഇത്തരമൊരു ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. അതായത് ഈ ദൂരവ്യാപകമായ നിരവധി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിധിയാകും ഇത്. സ്വാഭാവികമായും സർക്കാർ ജീവനക്കാരുടെ യൂണിയനുകളുടെ പ്രതികരണം വരാനുള്ള സാഹചര്യമുണ്ട്. പണിമുടക്കൽ എന്നത് അവകാശമായി കാണുന്നവരാണ് പല യൂണിയനുകളും. പണിമുടക്ക് പൂർണ്ണമായും പാടില്ല എന്നും പണിമുടക്കുന്ന ദിവസത്തെ വേതനം അത് സർക്കാർ നൽകാൻ പാടില്ല എന്നും ഒക്കെ പറയുമ്പോൾ ഇതിന് ഒരുപാട് തരത്തിലുള്ള നിയമനിർമ്മാണങ്ങളടക്കം ഒരുപക്ഷെ വേണ്ടിവരുന്ന സാഹചര്യമൊക്കെ ഒരുങ്ങി വരികയല്ലേ അനീഷ്? തീർച്ചയായും ഈ യൂണിയനുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി നൽകുന്ന വിധിയാണിത്. കാരണം കാലാകാലങ്ങളിൽ സർക്കാരുകൾ ഇറക്കുന്ന ഈ തൊഴിലാളി വിരുദ്ധ അല്ലെങ്കിൽ ജീവനക്കാർക്കെതിരായ പല നിയമങ്ങളും വരുമ്പോൾ അതിനെതിരെ സമരം നടത്തുക എന്നത് പതിവാണ്. കാരണം ഈ ഇടത് സർക്കാർ ഭരിച്ചാൽ ഈ വലത് ട്രേഡ് യൂണിയനുകളാവും, മറിച്ചും ഒക്കെ ഈ കാലാകാലങ്ങളായി സമരം വരാറുണ്ട്. ചിലപ്പോൾ ദിവസങ്ങളോളം നീളുന്ന സർക്കാർ ജീവനക്കാരുടെ സമരവുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ പൂർണ്ണമായും ഒരു ജനാധിപത്യ സമൂഹത്തിൽ നിന്നും എങ്ങനെ ഒരു പണിമുടക്കിനുള്ള അവകാശം ഇല്ലാതാക്കും എന്നത് ഒരു ചോദ്യം തന്നെയാണ്. ഇക്കാര്യവുമായി ബന്ധപ്പെട്ട എല്ലാ ട്രേഡ് യൂണിയനുകളും വിശദമായി തന്നെ ഒരുപക്ഷെ ചർച്ച ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സർക്കാരും ഇത്തരത്തിൽ സമരം നിരോധിക്കണമെന്ന് അല്ലെങ്കിൽ ഈ സമരം നടത്തുന്നത് ജനവിരുദ്ധമാണ് അല്ലെങ്കിൽ നിയമവിരുദ്ധമാണ് എന്നൊരു നിലപാടിനോട് സർക്കാരും യോജിക്കുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വലിയ നിയമ പോരാട്ടങ്ങൾ ഒരുപക്ഷെ ഇനിയും ഇതിന് മേൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. നിയമനിർമ്മാണം അടക്കം നടക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും പൂർണ്ണമായി ഈ
തൊഴിലാളികൾ എന്ന രീതിയിൽ ഒരു തരത്തിൽ സർക്കാരിൻ്റെ തൊഴിലാളികളാണ് സർക്കാർ ജീവനക്കാർ. അവർക്ക് എന്നും അനുകൂലമായ തീരുമാനങ്ങൾ മാത്രം സർക്കാരുകളുടെ ഭരണകൂടങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് കരുതാനും വയ്യ. അത്തരത്തിൽ ഈ തൊഴിലാളി വിരുദ്ധമായ തീരുമാനങ്ങൾ എത്തുമ്പോൾ അവയെ എതിർക്കുക തന്നെ വേണം എന്ന നിലപാടാവും ഈ യൂണിയനുകൾക്ക് ഇക്കാര്യത്തിൽ ഉണ്ടാവുക. എന്തായാലും എല്ലാ യൂണിയനുകളും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി ഈ വിധിയെ എതിർക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഭരിക്കുന്ന ഇടത് സർക്കാരിനും ഇത്തരത്തിൽ ഈ തൊഴിലാളി സമരങ്ങൾ അല്ലെങ്കിൽ ഈ സർക്കാർ ജീവനക്കാരുടെ പണിമുടക്കുകൾ നിയമവിരുദ്ധമാണ് എന്ന നിലപാടിനോട് യോജിക്കാൻ കഴിയുമെന്ന് കരുതുന്നില്ല. ശരി, MS സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഈ സജി ചെറിയാന് വളരെ ആശ്വാസകരമായ ഒരു തീരുമാനം, ഒരു വിധി തിരുവല്ല കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു എന്നുള്ളതാണ് മറ്റു പ്രധാനപ്പെട്ട വിവരം. അതായത് ഒരു തടസ്സ ഹർജി, അതായത് ഹൈക്കോടതിയിലെ കേസ് തീർപ്പാക്കുന്നതുവരെ സജി ചെറിയാനുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കരുത് എന്ന ഉള്ളൊരു ആവശ്യം അത്തരത്തിൽ ഉയർന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അത് ഈ ബൈജു നോയൽ ആണ് ഈ ഹർജി സമർപ്പിച്ചതെന്നും മനസ്സിലാക്കുന്നു. അത് തള്ളി, അതായത് സജി ചെറിയാന് ആശ്വാസകരമായ ചില കാര്യങ്ങൾ കോടതിയിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവെക്കുക. ശശിനാരായണൻ, എന്തോ കാരണങ്ങൾ കോടതി ചൂണ്ടിക്കാട്ടുന്നു? നിരീക്ഷണം ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് കോടതി നടത്തിയ എന്താണ്? രഞ്ജിത്തെ, സജി ചെറിയാനെതിരെ ബൈജു നോയൽ, പരാതിക്കാരനായ ബൈജു നോയൽ നൽകിയ ഹർജിയാണ് ഇപ്പോൾ തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. പ്രധാനമായും പറയുന്നത് പോലീസ് സജി ചെറിയാന് ക്ലീൻ ചിറ്റ് നിലകൊണ്ട് നൽകിയ റഫർ റിപ്പോർട്ട് പരിഗണിക്കുന്നത്. അതായത് ഈ ബൈജു നോയൽ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി കേസ് പരിഹരിക്കുന്നു. ഇതിന് തീരുമാനമാകുന്നതിന് മുമ്പ് തിരുവല്ലയിൽ നൽകിയ ഈ പോലീസ് നൽകിയ ഈ റഫർ റിപ്പോർട്ട് പരിഗണിക്കരുതെന്ന് ആവശ്യപ്പെട്ടാണ് ബൈജു നോയൽ ഹർജി നൽകിയത്. ആ ഹർജി ഇന്നലെ എടുക്കുന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷെ അത് ഇന്നത്തേക്ക് മാറ്റിവെച്ചിരുന്നു. ഇന്നിപ്പോൾ കോടതി ആ കേസ് പരിഗണിക്കുകയും ഒപ്പം ഈ ഹർജി തള്ളുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സജി ചെറിയാന് ആശ്വാസമായിരിക്കുന്നു. കാരണം നിലവിൽ ഈ കേസ് പരാതിക്കാരന്റെ ഈ ഹർജി തള്ളിയ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഇപ്പോൾ തടസ്സ ഹർജി, ഈ സജി ചെറിയാനുള്ള തടസ്സ ഹർജി ഇപ്പോൾ ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവച്ചു. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, നയപ്രഖ്യാപനത്തോടെ നിയമസഭാ സമ്മേളനത്തിന് 23-ന് തുടക്കം. സഭാ സമ്മേളനം വിളിക്കാൻ ഗവർണറോട് മന്ത്രിസഭ ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചു. നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തി. ഫെബ്രുവരി 3-നാണ് ബജറ്റ്. വി അരുൺ ചേരുന്നു. അരുൺ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? മന്ത്രിസഭായോഗം പരിഗണിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? നയപ്രഖ്യാപന പ്രസംഗത്തോടെ സഭാ സമ്മേളനം തുടങ്ങാൻ, നിയമസഭയുടെ ബജറ്റ് സമ്മേളനം തുടങ്ങാനാണ് മന്ത്രിസഭാ യോഗം ഇന്ന് തീരുമാനമെടുത്തത്. ഇന്നലെ തന്നെ അത് സംബന്ധിച്ച സൂചന ഉണ്ടായിരുന്നു. കാരണം ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം ഡിസംബറിൽ ചേർന്ന നിയമസഭാ സമ്മേളനം അവസാനിക്കുകയാണെന്ന് ഗവർണർ അറിയിക്കാൻ തീരുമാനമെടുത്തിരുന്നു. അതോടുകൂടി തന്നെ പുതിയ വർഷത്തെ ആദ്യ സമ്മേളനം നയപ്രഖ്യാപന പ്രസംഗത്തോടെ ആകുമെന്ന് ഉറപ്പായിരുന്നു. 23-നാണ് നയപ്രഖ്യാപന പ്രസംഗം. സർക്കാരിന്റെ നയം ഗവർണർ സഭയിൽ പ്രഖ്യാപിക്കുക. ഫെബ്രുവരി 3-ന് ബജറ്റ് അവതരിപ്പിക്കാനും തീരുമാനമുണ്ട്. പ്രഖ്യാപന പ്രസംഗം ഒഴിവാക്കാൻ നേരത്തെ സർക്കാർ ആലോചിച്ചതാണ്. ഇപ്പോൾ ആ തീരുമാനത്തിൽ ഈ സർക്കാർ ഗവർണർ പോരിൽ മഞ്ഞുകളുടെ ഭാഗമായി ആ തീരുമാനത്തിൽ സർക്കാർ പിന്മാറുകയായിരുന്നു. 23-ന് പ്രഖ്യാപന പ്രസംഗം, 3-ന് സംസ്ഥാന ബജറ്റ്. നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കാൻ T. രാജീവിന്റെ അധ്യക്ഷതയിൽ മന്ത്രിസഭാ ഉപസമിതിയെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ഇതിന്റെ വിവരങ്ങൾ ക്രോഡീകരിക്കാൻ പ്രദേശ സെക്രട്ടറി ശാരദാ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിരുന്നു. ശരി അരുൺ, വർക്കല MLA വി ജോയി തിരുവനന്തപുരം CPM ജില്ലാ സെക്രട്ടറി ആകും. ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന സമിതി അംഗങ്ങളുടെ യോഗത്തിലാണ് തീരുമാനം. മുഖ്യമന്ത്രിയും യോഗത്തിൽ പങ്കെടുത്തു. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനത്തിന് അംഗീകാരവും നൽകി. സഖാവ് ആനാവൂർ നാഗപ്പനെയായിരുന്നു വീണ്ടും ജില്ലാ സെക്രട്ടറിയായിട്ട് തെരഞ്ഞെടുത്തിരുന്നത്. സംസ്ഥാന സമ്മേളനം ചേർന്നപ്പോൾ സംസ്ഥാനത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടുന്ന സഖാക്കളെ സംബന്ധിച്ചുള്ള ധാരണയിൽ സഖാവ് ആനാവൂർ നാഗപ്പനെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി തീരുമാനിക്കേണ്ടത്. സെക്രട്ടേറിയറ്റ് അംഗമായി തീരുമാനിച്ചു കഴിഞ്ഞാൽ അധികം താമസിയാതെ ആദ്യത്തെ ചുമതല സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി ജില്ലാ സെക്രട്ടറി എന്ന നിലയിലുള്ള ചുമതല ഒഴിവാകുകയാണ് സാധാരണ ചെയ്യുക. പാർട്ടി സംസ്ഥാന കമ്മിറ്റി കുറച്ച് സാവകാശം എടുത്തുകൊണ്ട് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞാൽ മതി എന്ന് തീരുമാനിക്കുകയുണ്ടായി. ആ തീരുമാനം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇതേവരെ
വാനാവൂർ നാഗപ്പൻ തന്നെ ജില്ലാ സെക്രട്ടറി ആയിട്ട് തുടർന്നത്. സ്വാഭാവികമായും സംസ്ഥാന സെൻട്രലിൽ പ്രവർത്തിക്കാൻ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ളൊരു കേഡർ എന്ന നിലയിൽ വാനാവൂർ നാഗപ്പനെ ജില്ലാ ചുമതലയിൽ നിന്ന് മാറ്റുന്നതാണ് നല്ലത് എന്ന് പാർട്ടി ഇപ്പോഴും കണ്ടു. അതിനടിസ്ഥാനപ്പെടുത്തി ഇന്നിപ്പോഴും ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് ജോയിയെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി ഏകണ്ഠമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. പാർട്ടി ഒരു വലിയ ഉത്തരവാദിത്വമാണ് എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് കൂടുതൽ കരുത്തോടു കൂടിയിട്ട് നിർവഹിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടി എന്നെ ഏൽപ്പിച്ച എല്ലാ ചുമതലകളും സത്യസന്ധമായി നിറവേറ്റിയിട്ടുണ്ട്. അതുകൂടി കണക്കിലെടുത്തായിരിക്കും പാർട്ടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. തിരുവനന്തപുരത്തെ പാർട്ടി എന്ന് പറയുന്നത് വി ജോയി സിപിഎമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആകും. മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്ത സംസ്ഥാന സമിതി അംഗങ്ങളുടെ യോഗത്തിലാണ് വി ജോയിയെ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത്. വി അരുൺ ചേരുന്ന അരുൺ, ഏകണ്ഠമായിരുന്നോ തീരുമാനം? ഏകണ്ഠമായ തീരുമാനമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയത്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകാൻ ഇടയില്ല. കാരണം സംസ്ഥാന നേതൃത്വം നിർദ്ദേശം മുഖ്യമന്ത്രിയും MP ഗോവിന്ദനും പങ്കെടുത്ത യോഗത്തിലാണ് വി ജോയി ജില്ലാ സെക്രട്ടറി ആകട്ടെ എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചത്. അത് ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും റിപ്പോർട്ട് ചെയ്തു. ആ രണ്ട് യോഗങ്ങളും അത് അംഗീകരിക്കുകയായിരുന്നു. ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. CPMന്റെ സംസ്ഥാന സമിതി അംഗമാണ് ജില്ലാ സെക്രട്ടറി. വി ജോയി CPMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആകും. അല്പം മുമ്പ് ചേർന്ന CPM സംസ്ഥാന സമിതി അംഗങ്ങളുടെ, തിരുവനന്തപുരത്ത് നടക്കമുള്ള സംസ്ഥാന സമിതി അംഗങ്ങളുടെ യോഗത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലെ കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ബഫർ സോൺ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. ബഫർ സോൺ സമരങ്ങൾ തണുപ്പിക്കാനാണ് ഇപ്പോൾ സർക്കാരിന്റെ ഏറ്റവും പുതിയ നീക്കം. വനമന്ത്രി കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് ജോസ് പുളിക്കലിനെ നേരിൽ കണ്ട് ചർച്ച നടത്തി. ചർച്ച തൃപ്തികരം എന്ന് പറഞ്ഞ ജോസ് പുളിക്കൽ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ചു. ഭൂപടത്തിലെ അപാകതകൾ പരിഹരിക്കാൻ 19-ന് പ്രത്യേക യോഗം ചേരുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കി. സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ച നടപടികൾ വിശദമായി അവരെ ധരിപ്പിക്കുകയുണ്ടായി. ആ നടപടികൾ അവരും അതിനോട് യോജിക്കുന്നുണ്ട് എന്നാണ് ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞ ഒരു നിഗമനം. അപ്പോൾ ഗവൺമെൻറ് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ നിയമയുദ്ധം നടത്തുക തന്നെയാണ് വേണ്ടത്. ആ നിയമപോരാട്ടവുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളാണ് അവർ ഉന്നയിച്ചത്. ആ സംശയങ്ങളെല്ലാം ദൂരീകരിക്കത്തക്ക വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഞാൻ അവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. യുവസംവിധായിക നയന സൂര്യയുടെ മരണത്തിൽ നിഗൂഢതയുണ്ടെന്ന പ്രത്യേക സംഘത്തിന്റെ കണ്ടെത്തൽ. മരണത്തെക്കുറിച്ച് ആഴത്തിലുള്ള അന്വേഷണം വേണം. പ്രത്യേക സംഘം നാളെ റിപ്പോർട്ട് നൽകും. നയനയുടെ മുറിയിൽ ആദ്യം പ്രവേശിച്ച സുഹൃത്തുക്കളെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. മൊഴിയിൽ അവ്യക്തതയുണ്ടെന്നും ആദ്യ അന്വേഷണത്തിൽ ഗുരുതരമായ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെന്നുമാണ് അന്വേഷണ സംഘം പറയുന്നത്. നിരവധി വാർത്തകൾ ബാക്കിയുണ്ട്. ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാന സ്കൂൾ കലോത്സവം കോഴിക്കോട് പുരോഗമിക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഭക്ഷണ വിവാദമാണ്. സംസ്ഥാന സർക്കാർ സ്കൂൾ കലോത്സവത്തിൽ ഇനി സസ്യേതര ഭക്ഷണം വിളമ്പാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏതായാലും സ്കൂൾ കലോത്സവ വിശേഷങ്ങളിലേക്ക്. കേരള സ്കൂൾ കലോത്സവം പവേഡ് ബൈ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. SAP S/4HANA DIFA ടാലി അംഗീകൃത കോഴ്സുകൾ GTechലൂടെ.
സ്കൂൾ കലോത്സവത്തിൽ ഇത്തവണ നോൺ വെജ് ഭക്ഷണം വിളമ്പാൻ കഴിയുമോ എന്ന് പരിശോധിക്കുകയാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. അടുത്ത വർഷം മുതൽ വെജ് നോൺ വെജ് ഭക്ഷണം വിളമ്പുമെന്നും മന്ത്രി അറിയിച്ചു. എന്തായാലും അടുത്ത വർഷം വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാവും. വെജിറ്റേറിയൻ ഉണ്ടാവും, നോൺ വെജിറ്റേറിയൻ ഉണ്ടാവും അടുത്ത വർഷം. അപ്പോൾ അതിന് ആവശ്യമായ നിയമത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ മാനുവലിലോ ഒക്കെ എന്തെങ്കിലും പരിഷ്കാരങ്ങൾ വരുത്തണമെങ്കിൽ അത് പരിഷ്കാരം വരുത്താം. പ്രാവശ്യം ഇനിയിപ്പോൾ ഇന്ന് തീയതി എത്ര 5 ആയി, 6, 7 2 ദിവസമുള്ളൂ. 2 ദിവസം കൊണ്ട് സാധ്യമാകുമെന്നുള്ളവർ നോക്കട്ടെ. ഭക്ഷണം വിളമ്പാത്തതിനെതിരെ VT ബൽറാമിന്റെ വിമർശനത്തിന് മന്ത്രി മറുപടി നൽകി. UDF കാലത്ത് ഇത്തരമൊരു ആവശ്യം വന്നപ്പോൾ VT ബൽറാം ഉറങ്ങുകയായിരുന്നോ എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി ചോദിച്ചത്. VT ബൽറാം പിന്നെ UDF ഗവൺമെൻറ് ഭരിച്ചിരുന്നപ്പോൾ യുവജനോത്സവം നടന്ന സമയത്ത് ഉറക്കമായിരുന്നു. അത് ഈ രാജ്യത്തില്ലായിരുന്നു. അന്നൊന്നും പറയാത്ത ഒരു വലിയ ആവേശം ഇപ്പം തോന്നുന്ന കാര്യം തോന്നുന്നു. ഇതൊക്കെ വെറും യുവജനോത്സവം 61 യുവജനോത്സവം കുറ്റമറ്റതായി ഒരു പരാതിയില്ലാതെ നടന്നു പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന അസൂയയും കുശുമ്പും പിന്നെ ഒരു എന്ന് മാത്രമല്ല പിന്നെ ഈ 14,000 കുട്ടികളുടെ ആ മേള എന്നുള്ള നിലയിൽ കാണാതെ അതിൽ രാഷ്ട്രീയം കാണുന്നതിൽ വരുന്ന ബുദ്ധിമുട്ടാണ്. അതൊന്നും ഞങ്ങൾ ആ പറയുന്ന വർഷവും പറഞ്ഞോട്ടെ, ഞങ്ങൾ ചെയ്യേണ്ട കാര്യം ഞങ്ങൾ. അതേസമയം നോൺ വെജ് വിവാദം അനാവശ്യമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. എല്ലാവരും കഴിക്കുന്ന ഭക്ഷണം എന്ന നിലയിലാണ് വെജ് വിളമ്പുന്നത്. നോൺ വെജ് പുറത്തുപോയി കഴിക്കാമല്ലോ. സസ്യേതര ഭക്ഷണം കഴിക്കുന്നതിന് കേരളത്തിൽ ആരും എതിരല്ലെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. കലോത്സവ വേദിയിൽ സാധാരണഗതിയിൽ കേരളത്തിൽ സസ്യാഹാരമാണ് കൊടുക്കുന്നത്. ഇത് പുതിയ കാര്യമൊന്നുമല്ല. അത് എല്ലാ വിഭാഗം ആളുകൾക്കും ഒരേപോലെ ആഹാരം കഴിക്കാനുള്ള ഒരു അവസരം എന്നുള്ള നിലയിലാണ്. നോൺ വെജ് കഴിക്കുന്നവർക്ക് പുറത്തു പോയിട്ട് നോൺ വെജ് കഴിക്കാമല്ലോ. ഇപ്പം എല്ലാവരും പങ്കെടുക്കുന്ന ഒരു വേദിയിൽ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ അനാവശ്യമായിട്ട് വിവാദം ഉണ്ടാക്കുകയാണ്. കേരളത്തിൽ ആരെങ്കിലും സസ്യേതരമായ ഭക്ഷണം കഴിക്കുന്നതിനെതിരായിട്ടുള്ള ആളുകളല്ല. പക്ഷെ ഒരു പൊതുചടങ്ങിൽ സ്വാഭാവികമായി ഇത്രയും കാലം ഉണ്ടായ കാര്യമാണ്. എന്തിനാണ് ഈ വിമർശനം പരസ്യമായി നടത്തുന്നത്? ഇത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. കുട്ടികൾ അവിടെ മത്സരത്തിനാണ് വരുന്നത്. അവരുടെ ഇടയിൽ അനാവശ്യമായിട്ടുള്ള ഒരു ചിന്ത ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം മാത്രമാണ്. സ്കൂൾ കലോത്സവത്തിൽ ഭക്ഷണ കമ്മിറ്റി പറയുന്ന വിഭവങ്ങൾ തയ്യാറാക്കി നൽകുമെന്നാണ് ഭക്ഷണത്തിന്റെ ചുമതലയുള്ള പഴയുടെ മോഹൻ നമ്പൂതിരി പറയുന്നത്. കലോത്സവത്തിൽ നോൺ വെജ് ഉൾപ്പെടുത്തുകയാണെങ്കിൽ പിന്തുണയ്ക്കും. മെനു തയ്യാറാക്കുന്നത് കലോത്സവ കമ്മിറ്റിയാണെന്നും സർക്കാരാണ് ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുന്നതെന്നും പഴയുടെ മോഹൻ നമ്പൂതിരി ന്യൂസ് 18നോട് പറഞ്ഞു. ഞാനാരാണ്, സർക്കാർ എന്നെ ഇവിടെ ജോലി ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ കലോത്സവത്തിന് വരുന്ന ആൾക്കാർക്ക് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കാനുള്ള ഒരു ജോലി ഞാൻ കൊട്ടേഷൻ കൊടുത്തുകൊണ്ട് എനിക്ക് തന്നാണ്, എന്നെ ഏൽപ്പിച്ചാണ്. അപ്പോൾ ഇനിയിപ്പോൾ നോൺ വെജ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് കൊട്ടേഷൻ കൊടുക്കണമെന്ന് തോന്നിയാൽ കൊടുക്കാം. എൻ്റെ കൊട്ടേഷൻ അക്സെപ്റ്റ് ചെയ്യാണ് ഞാൻ ഭക്ഷണം കൊടുക്കുന്നതിനപ്പുറത്തേക്ക് എനിക്ക് എൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ കഴിഞ്ഞ 16 വർഷമായിട്ട് ചെയ്തിരുന്നതെന്ന് പറഞ്ഞത് അതൊരു എക്സ്പീരിയൻസ് കണക്കാക്കിയിട്ട് എല്ലാ അധ്യാപകരും ഓരോ വർഷവും ഓരോ അധ്യാപക സംഘടനയായിരിക്കും ഭക്ഷണത്തിൻ്റെ ചുമതല ഏറ്റിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ലെവൽ അവരെ എന്നോട് ചോദിക്കാറുണ്ട്, ചെയ്ത് കൊടുക്കാമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് കൊടുക്കാവുന്നതിൻ്റെ ഏറ്റവും കോമ്പറ്റീറ്റീവ് റേറ്റിൻ്റെ കോട്ട് ഞാൻ കൊടുക്കാറുണ്ട്. അങ്ങനെ എന്നെ ജോലി ഏൽപ്പിക്കാറുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു വിവാദത്തിന് ഞാനില്ല. മിനിസ്റ്റർ ശിവൻകുട്ടി പറയുന്നത് അടുത്ത വർഷം വേണമെങ്കിൽ നമുക്ക് നോൺ വെജ് പിന്നെ നോക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ താങ്കൾ തന്നെ ആ ഒരു സമയമാകുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതിയല്ല. മാത്രമല്ല അങ്ങനെ അദ്ദേഹത്തിൻ്റെ തീരുമാനം ശരിയോ തെറ്റോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പ്രായോഗിക തലത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. കാരണം ഇതിൻ്റെ ഈ സ്കൂൾ കലോത്സവം എന്ന് പറയുന്നത് തന്നെ ഒരു ഇൻഡെഫിനിറ്റായിട്ട് നടക്കുന്ന കാര്യം. ഭക്ഷണം കഴിക്കാൻ വരുന്നവരുടെ എണ്ണത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ല, കൃത്യമായിട്ടുള്ള യാതൊരു കണക്കുമില്ല. വരുന്നവരെല്ലാം ഭക്ഷണം കഴിച്ചു പോകുന്ന രീതിയാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഏത് ബേസിൻ്റെ പേരിൽ നമ്മളവർക്ക് ഭക്ഷണം കൊടുക്കാനും കഴിയും എന്നതിനെക്കുറിച്ച് ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്തിട്ട് ഗവൺമെൻറ് നടപ്പിലാക്കാൻ പറ്റും. പക്ഷേ അത് ഒരുപാട് പഠിച്ചിട്ട് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് മാത്രം തീരുമാനിക്കേണ്ട ഒരു കാര്യമായിരിക്കും. സർക്കാർ അതിന് മുൻകൈ എടുത്ത് വന്നാൽ എൻ്റെ സപ്പോർട്ട് വന്ന് സർക്കാരിനുണ്ടാകും. പാചകത്തിനുണ്ടാകുമെന്നല്ല ഞാൻ പറയേണ്ടത്. കാരണം കലോത്സവ വേദിയിൽ വരുന്ന കുട്ടികളുടെ നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അവർക്കിപ്പോൾ ഭക്ഷണം ആര് കൊടുത്താലും എൻ്റെ സപ്പോർട്ട് അവർക്കുണ്ടാകും. ഏതായാലും ഒരുപാട് കമന്റുകൾ ഈ വാർത്ത കാണുന്ന പ്രേക്ഷകർ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ഇടുന്നുണ്ട്. മധുസൂദനൻ പറഞ്ഞത് കുഴിമന്തിയും അൽഫാമും കലോത്സവത്തിൽ മസ്റ്റാക്കണം, അത് ഉറപ്പായിട്ടും കൊടുക്കണം, ഉറപ്പായിട്ട് തീറ്റിക്കണമെന്നാണ് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. ഒപ്പം മറ്റൊരാൾ പറഞ്ഞിരിക്കുന്നത് തീറ്റ മത്സരമാണോ എന്ന ചോദ്യം, ഈ കലോത്സവം എന്ന് പറയുന്നത് തീറ്റ മത്സരമാണോ എന്ന ചോദ്യം ഉന്നയിക്കുന്നത് ജാവേദ് ജാബിയാണ്.
ഫുഡ് നീഡ് ടു ബി ഹൈജീൻ ആൻഡ് ഹെൽത്തി, നോട്ട് വെജ് ഓർ നോൺ വെജ്. ഏത് ഭക്ഷണമായാലും വൃത്തിയായി കൊടുക്കണമെന്ന് പറയുന്നത് മോഹിത് മധുവാണ്. ഇത് കാശടിച്ചു മാറ്റാനാണെന്നുള്ള കമൻറ്റ് പറഞ്ഞിരിക്കുന്നത് രാജേഷ് CH ആണ്. മറ്റൊന്ന് അസൽ ഒരു മരപ്പൊട്ടനാണല്ലോ ഈശ്വര ഞങ്ങൾ കിട്ടിയെന്ന് ചോദിച്ചിരിക്കുന്ന VK സക്കീർ വട്ടക്കുന്നിൽ. അത് ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഷമീർ PS പറയുന്നത് ചർച്ചയുടെ ആവശ്യമില്ല, ചോറും 3-4 കറികളും മാത്രം മതി, വെജും മതി, ഇത് കലോത്സവമാണ്, അല്ലാതെ ഭക്ഷ്യമേള ഒന്നുമല്ലല്ലോ. അങ്ങനെ ഈ വിഷയത്തിൽ നിരവധിയായ അഭിപ്രായ പ്രകടനങ്ങൾ, ഏതാണ്ട് 300-400ഓളം കമൻറ്റുകൾ ഈ വിഷയത്തിൽ ന്യൂസ് ഏഷ്യൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇപ്പോൾ കൃത്യമായി തന്നെ പ്രേക്ഷകർ നൽകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ വരും, ബുള്ളറ്റിനുകളും ഞങ്ങൾ വായിക്കാം. ഏതായാലും കലോത്സവ വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി പോയാൽ, കഥാരചനാ മത്സരത്തിൽ പങ്കെടുക്കാൻ പോരുമ്പോൾ ശ്രീലേഖയുടെ മനസ്സിൽ ഒരൊറ്റ ആഗ്രഹം മാത്രമായിരുന്നു. എഴുത്തിന്റെ വിസ്മയ ലോകത്തേക്ക് വഴി തുറന്ന SK പൊറ്റക്കാടിന്റെ പ്രതിമ ഒന്ന് കാണണം. മിഠായി തെരുവിലൂടെ കുറച്ച് ദൂരം എങ്കിലും നടക്കണം. ഹൈസ്കൂൾ വിഭാഗം കഥാരചനയിൽ A ഗ്രേഡ് നേടിയ ശ്രീലേഖ ആഗ്രഹം സഫലമാക്കിയാണ് മടങ്ങിയത്. സേതുവിന് ആ മീനുകളോട് തോന്നിയ അനുകമ്പ പോലും എനിക്ക് നിന്നോട് തോന്നിയില്ലല്ലോ. അയാൾ കുറ്റബോധത്താൽ നീറി. നമ്മൾ സമാസമരാണ് സഹോദരി. ഒരുവന്റെ സ്നേഹത്തിന്റെയും കുറ്റത്തിന്റെയും ഇരകൾ നമ്മൾ തന്നെയാണ്. നമ്മൾ വലക്കണ്ണികളിൽ ചിറകറ്റുപോയ ഇരകൾ. ഈ വരികൾ എഴുതിയ ശേഷം പാലക്കാട് ആലത്തൂർ DSS ഗുരുകുലം ഹൈസ്കൂളിലെ ശ്രീലേഖ S പോയത് ഏറെ നാളായുള്ള ഒരു ആഗ്രഹം സഫലമാക്കാനാണ്. എഴുത്തിന്റെ വിസ്മയ ലോകത്തേക്ക് വഴികാട്ടിയ SK പൊറ്റക്കാടിന്റെ പ്രതിമ കാണാൻ. എൻ്റെ ഇഷ്ടപ്പെട്ട എഴുത്തുകാർ വൈക്കം മുഹമ്മദ് ബഷീർ, SK പൊറ്റക്കാട്, അവർക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട എഴുത്തുകാരാണ്. പിന്നെ MT വാസുദേവൻ നായർ, പിന്നെ മുകുന്ദൻ, പിന്നെ രാധാകൃഷ്ണൻ, പിന്നെ അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഞാൻ കൂടുതലും വായിക്കാറുള്ളത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയും SK പൊറ്റക്കാടിൻ്റെയൊക്കെ നോവലുകളും പിന്നെ SK പൊറ്റക്കാടിൻ്റെ യാത്രാ വിവരണങ്ങളും ഒക്കെ കൂടുതൽ വായിക്കാറുള്ളത്. വളരെ സന്തോഷമുണ്ടെന്ന് വെച്ചാൽ SK പൊറ്റക്കാടിൻ്റെ പ്രതിമയ്ക്കുള്ള സ്ഥലമായതുകൊണ്ട് ആ ഒരു സ്ഥലത്തേക്ക് വരണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതൊക്കെ സാധിച്ചു. അതിന് നല്ല സന്തോഷമുണ്ട്. ഹൈസ്കൂൾ വിഭാഗം കഥാരചനയിൽ പങ്കെടുക്കാനെത്തിയതാണ് ശ്രീലേഖ. വലക്കണ്ണികൾ എന്നതായിരുന്നു കഥാരചനയുടെ വിഷയം. വലവിരിക്കുന്ന സമൂഹ മാധ്യമ കാലത്തെ കഥകളിലേക്ക് കൊണ്ടുവന്നു മിടുക്കികളും മിടുക്കന്മാരും. പൊറ്റക്കാടിന്റെയും MTയുടെയും ബഷീറിന്റെയും നാട്ടിൽ പിന്മുറക്കാരും തീരെ മോശക്കാരാകരുതല്ലോ. എന്താണമ്മേ വിമാനം? അവൻ ചോദിച്ചു. പരുന്തുപോലെ മാനത്ത് പറക്കുന്ന ഒരു ജന്ത്രം, അതിൽ ആളുകളും കുത്തിയിരിക്കുന്നുണ്ട്. കാളിയമ്മ പറഞ്ഞു കൊടുത്തു. ആളുകൾ പറക്കുന്നത് മുരുകന് അത്ര അത്ഭുതകരമായി തോന്നിയില്ല. നിരത്തിലൂടെ മോട്ടോർ കാറുകളിൽ പറക്കുന്നത് ആളുകളല്ലേ. കാറിന്റെ ഫുർ ശബ്ദം തന്നെയാണ് വിമാനത്തിനും. ആ അനസ്യൂത സ്വരം മുരുകനെ പുളകം കൊള്ളിച്ചു. മിഠായി തെരുവിലൂടെ കുറച്ചു ദൂരം നടന്ന ശേഷമാണ് ശ്രീലേഖ മടങ്ങിയത്. ക്യാമറമാൻ ഷാഫിയോടൊപ്പം കലോത്സവ വേദിയിൽ നിന്ന് സുവി വിശ്വനാഥൻ, ന്യൂസ് 18. ഹൈസ്കൂൾ വിഭാഗം നാടൻപാട്ട് മത്സരത്തിൽ ശ്രദ്ധേയമായത് വയനാട്ടിലുള്ള ഗദ്ദികയായിരുന്നു. അവതരണത്തിലും താളമേളത്തിലും വേറിട്ട് നിന്ന ഗദ്ദിക തനത് ഗോത്ര കല കൂടിയാണ്. ചുവന്ന വസ്ത്രം ഉടുത്തുകെട്ടി ചീനിയിലും തുടിയിലും മണിയിലും താളം പിടിച്ച് കൽപ്പറ്റ SKM JHSലെ കുട്ടികൾ പാടിത്തുടങ്ങി. ആ താളം സദസ്സിലാകെ പടർന്നു.
വയനാട്ടിലെ അടിയ സമുദായത്തിന്റെ പാരമ്പര്യ കലയാണ് ഗദ്ദിക. ഈ ഗദ്ദിക എന്ന് വെച്ചാൽ തന്നെ ശാന്തി എന്നാണ് അർത്ഥം. ഇത് ഒരു വീട്ടിൽ പ്രേതബാധ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കലയാണ് ഈ ഗദ്ദിക. അപ്പോൾ ഈ ഗദ്ദിക 3 തരമുണ്ട്. അതില് പൂജഗദ്ദികയാണ് ഞങ്ങൾ ചെയ്തത്. ഇങ്ങനെ 14 ദിവസത്തെ ഈ പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നാട്ടിലോട്ട് ഈ വേഷമൊക്കെ ഇട്ടിട്ട് ഇറങ്ങും. ഈ ആണുങ്ങള് സ്ത്രീവേഷം കെട്ടിയിട്ട് മാരിയമ്മ ദേവിയെ വണങ്ങി സകല രോഗങ്ങൾക്കും പരിഹാരം കാണുന്നതിനാണ് ഈ ഗദ്ദിക ചെയ്തു വരുന്നത്. ഉണർവ് നാടൻ കലാ പഠന കേന്ദ്രത്തിലെ രമേശാണ് ഗദ്ദികയുടെ മുഖ്യ പരിശീലകൻ. ഗോത്രകലകളെ പരിപോഷിപ്പിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനമാണ് ഗദ്ദിക അടക്കമുള്ളവയ്ക്ക് അനുഗ്രഹമായതെന്ന് ഇവർ പറയുന്നു. 14 വിഭാഗങ്ങളുണ്ട്. അതിൻ്റെ ഓരോ വിഭാഗങ്ങളും ഓരോ വർഷം കഴിഞ്ഞ വർഷം പണിയുമ്പോൾ അതിനുണ്ട്. കാസർഗോഡ് നടന്നു, അതിന് മുന്നേ തൃശ്ശൂർ നടന്നതും ഇതുപോലെ ജൈനകുറുമ്പ് പാട്ടുകൾ, അങ്ങനെ വ്യത്യസ്തമായിട്ട് ഓരോ പാട്ടുകൾ പരിചയപ്പെടുത്തുക. അതിൽ പ്രൈസ് അല്ല മുഖ്യം, കുട്ടികൾക്ക് അതറിയാം, അതിനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള സാധനം. ഫെലോഷിപ്പ് എല്ലാവരും വന്നതിന് ശേഷം കോമൺ ആയിട്ട് പ്രായഭേദമന്യേ പഠിക്കാൻ തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് ജനകീയമായി എന്നുള്ള, അപ്പോൾ സ്ത്രീകൾ വരെ ഇത് നൃത്തം ചെയ്യാറുണ്ട്. അതിന് പ്രശ്നങ്ങളൊന്നും വാമൊഴിയിലൂടെ മാത്രം പ്രചരിക്കപ്പെട്ട ഒരു കലാരൂപം കൗമാര കലോത്സവത്തിൽ ഒരു നാടിനെയും ഒരു കാലഘട്ടത്തെയും അടയാളപ്പെടുത്തി സർവ്വസ്വീകാര്യമായി മാറുമ്പോൾ ലഭിക്കുന്ന ആവേശം സമാനതകളില്ലാത്തതാണ്. KP ധനേഷിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18. വട്ടപ്പാട്ടിലെ പുഞ്ചിരി അഴകുള്ള ഓരോ മണവാളിനും മനസ്സിലൊരു മണവാട്ടിയുണ്ട്. കസവിന്റെ തട്ടവും മൈലാഞ്ചി കൈകളും കാതിൽ ജിമിക്കിയുമൊക്കെയായി സ്വന്തം പുതുപ്പെണ്ണിനെ കുറിച്ച് പല സങ്കല്പങ്ങളാണ്. മഞ്ഞു പെയ്തിറങ്ങും പോലെ അഴകുണ്ട് കൗമാര മനസ്സിലെ മണവാട്ടിമാർക്ക്. റാന്തൽ വെളിച്ചത്തിൽ മിന്നി നിൽക്കുന്ന പഴയ നിക്കാഹ് വീടുകളെ ഓർമ്മിപ്പിച്ച് വേദി 2-ൽ വട്ടപ്പാട്ട് പൊടിപൊടിക്കുകയാണ്. പുഞ്ചിരി പുതിയാപ്ലയും തുടിതാളത്തിൽ ചങ്ങാതിമാരും. അരങ്ങിൽ പൊടിപൊടിച്ച മണവാളന്മാർക്കും കൂട്ടർക്കും മനസ്സിൽ ചില സങ്കല്പങ്ങളൊക്കെയുണ്ട് സ്വന്തം പുതുപ്പെണ്ണിനെക്കുറിച്ച്. 14-ാം രാവിന്റെ അഴകുള്ള മണവാട്ടിമാരാണ് അണിയറയിലെ മണവാളന്മാരുടെ മനസ്സിൽ. കോഴിക്കോട് നിന്നൊരു മൊഞ്ചത്തിയെ തപ്പിയിറങ്ങി ഒരാൾ. പറ്റുമെങ്കിൽ കോഴിക്കോട് നല്ലൊരു മൊഞ്ചത്തിനെ കിട്ടിയ അത്രയും നല്ലത്. പിന്നെ അവിടെ ചെന്ന് അന്വേഷിക്കൊന്നും വേണ്ടല്ലോ ആലപ്പുഴയിൽ. ഹൂറിയെ പോലെ സുന്ദരിയാകണമെന്ന് മറ്റൊരാൾ. പഠിച്ചു എനിക്ക് വേണ്ടി പഠിച്ച ഒരു ഹൂറി എന്നോട് ഓള എനിക്കൊരു നല്ല ഭദ്രാണ്. പുതുപ്പെണ്ണ് ന്യൂജനാകണമെന്നും ഇശലു പോലെ സുന്ദരിയാകണമെന്നും ചിലർ. മണവാട്ടി മൊഞ്ചായിരിക്കണം, ന്യൂജനായിരിക്കണം, അപ്ഡേറ്റഡ് ആയിരിക്കണം, പിന്നെ നല്ല ചിരിയായിരിക്കണം, പിന്നെ നല്ല ചന്തം, പാല് പോലുള്ള ചിരിയായിരിക്കണം. മണവാട്ടിയെ കണ്ടെത്താൻ രക്ഷിതാക്കളെ ഏൽപ്പിച്ചവരെയും ഇടയ്ക്ക് കണ്ടു. സാമൂതിരി ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലെ നിറഞ്ഞ സദസ്സിന് മുന്നിലെ വട്ടപ്പാട്ട് മലബാറിന് മായാത്ത നൊസ്റ്റാൾജിയയായി. കലോത്സവ വേദിയിൽ നിന്ന് സ്വരൂപ് നിവേദയ്ക്കൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18. കേരള സ്കൂൾ കലോത്സവം പവേഡ് ബൈ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. SAP S/4HANA DIFA ടാലി അംഗീകൃത കോഴ്സുകൾ GTechലൂടെ. ഇതൊക്കെയാണ് കോഴിക്കോട്ടെ കലോത്സവ വേദിയിൽ നിന്നുള്ള വിശേഷങ്ങൾ. കൗമാരകലയുടെ കേളികൊട്ട് വലിയ തരത്തിൽ അവിടെ ആഘോഷമാക്കുകയാണ് കുട്ടികളും അധ്യാപകരും മറ്റും. ഏതായാലും മറ്റ് നിരവധിയായ വാർത്തകൾ ബാക്കിയുണ്ട്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. യുവജന കമ്മീഷൻ വിവാദം, ചിന്താ ജെറോമിന്റെ ശമ്പളവുമായി ബന്ധപ്പെട്ട വിവാദം, അത് കോൺഗ്രസ് അടക്കം ഏറ്റെടുത്ത സാഹചര്യമുണ്ട്. യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്താ ജെറോമിന്റെ
ശമ്പളം അത് മുൻകാല പ്രാബല്യം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ഒരു വർഷത്തെ ശമ്പളമാണ് മുൻകാല പ്രാബല്യത്തോടെ നൽകുക. 2016 ചുമതല ഏറ്റെടുക്കുമ്പോൾ ശമ്പളം 50,000 രൂപയായിരുന്നു. ഇത് 2018 1 ലക്ഷമാക്കി. 2017 ശമ്പളത്തിനാണ് മുൻകാല പ്രാബല്യം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എറണാകുളം ഏലൂരിലെ ഗോഡൌൺ പൂട്ടിയതിന് പിന്നാലെ സംസ്ഥാനത്തെ മുഴുവൻ വെയർഹൌസുകളും അടച്ചുപൂട്ടാനൊരുങ്ങി VRL ലോജിസ്റ്റിക്സ്. തൊഴിലാളികൾ ആവശ്യപ്പെടുന്ന ശമ്പളവുമായി സ്ഥാപനത്തിന് മുന്നോട്ട് പോകാനാകില്ലെന്നാണ് മാനേജ്മെന്റിന്റെ നിലപാട്. ശമ്പള വർധനവിൽ വിട്ടുവീഴ്ചയ്ക്ക് ഒരുക്കമാണെന്ന് തൊഴിലാളി യൂണിയനുകൾ അറിയിച്ചു. CITU പിടിവാശിയെ തുടർന്ന് VRL പ്രവർത്തനം അവസാനിപ്പിച്ചതാണ് ന്യൂസ് 18 ആണ് പുറത്തുവിട്ടത്. ന്യൂസ് 18 ഫോളോ അപ്പ്. കയറ്റിറക്ക് കൂലിയായി നിലവിൽ നൽകുന്നത് ടണ്ണിന് 140 രൂപയാണ്. ഇത് 200 രൂപയായി ഉയർത്തിയാൽ ലക്ഷങ്ങളുടെ അധിക ബാധ്യത സ്ഥാപനത്തിനുണ്ടാവും. 3 വട്ടം ചർച്ച നടത്തിയിട്ടും യൂണിയനുകൾ വിട്ടുവീഴ്ച ചെയ്തില്ല. കേരളത്തിൽ ഒരിടത്തും ഇനി വെയർഹൌസുകൾ പ്രവർത്തിക്കേണ്ടതില്ലെന്നാണ് കമ്പനി തീരുമാനമെന്ന് അസിസ്റ്റന്റ് മാനേജർ ശങ്കർ ന്യൂസ് 18നോട് പറഞ്ഞു. മാനേജ്മെന്റ് അപ്പോൾ കമ്പനി ഡിസൈഡ് ചെയ്തത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഓൾറെഡി എല്ലാ സ്ഥലത്തിലും അതൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ എറണാകുളത്തിലുള്ള വെയർഹൌസ് ക്ലോസ് ആണ്, ഇവിടെ 6 പാർസലൊന്നും അയക്കരുത് പറഞ്ഞിട്ട് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഡയറക്റ്റ് ഹെഡ് ഓഫീസിന് പോയിട്ടുണ്ട് മെസ്സേജ്. കേരളത്തിൽ എവിടുത്തെ വെയർഹൌസ് വേണ്ട പറഞ്ഞപ്പോ ആ സമയത്ത് കമ്പനി കേരളത്തിൽ എവിടത്തുനിന്ന് തുറക്കരുത്, ഇനി ശേഷം വെയർഹൌസ് വേണ്ടാന്ന്. VRL വെയർഹൌസ് പൂട്ടിയതോടെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് CITU നേതൃത്വം വ്യക്തമാക്കി. 13 കമ്പനിയുമായി ലേബർ ഓഫീസർ ചർച്ച വിളിച്ചിട്ടുണ്ട്. കമ്പനി കടുത്ത നിലപാട് സ്വീകരിക്കില്ലെന്നാണ് പ്രതീക്ഷ. ലേബർ ഡിപ്പാർട്ട്മെന്റ് 13-ാം തീയതി ചർച്ച വെച്ചിട്ടുണ്ട്. ആ ചർച്ചയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് CITU നിർദ്ദേശിച്ചിട്ടുണ്ട് അവരോട്. ആ യൂണിയൻ പാഴ്സൽ സർവീസ് യൂണിയൻ ആണ് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ അതിനകത്തുണ്ട്. അവരോട് ഇതിനകത്ത് ഇടപെടണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അൺട്രസ്റ്റ് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വിഷയത്തിൽ നേരത്തെ തന്നെ വിട്ടുവീഴ്ചയുള്ള നിലപാടാണ് സ്വീകരിച്ചതെന്ന് INTUC വ്യക്തമാക്കുന്നു. അടച്ചുപൂട്ടൽ ഒഴിവാക്കുന്നതിനായി സർക്കാർ ഇടപെടണം. നമ്മൾ 22 വർഷമായിട്ട് ആ സ്ഥാപനം നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി മുൻകാലങ്ങളിൽ ചെയ്ത വിട്ടുവീഴ്ച പോലെ തന്നെ ഇനിയും ആ തൊഴിൽ സ്ഥാപനം അവിടെ നിലനിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തൊഴിലാളികൾക്ക് മാന്യമായ രീതിയിൽ വേതനം നൽകുന്ന രീതിയിൽ സെറ്റിൽമെന്റ് ഉണ്ടാക്കാം എന്നവരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. തൊഴിലാളികൾ അന്യായമായി വേതന വർധനവ് ആവശ്യപ്പെടുന്നു എന്നാരോപിച്ച് 2-നാണ് VRL കമ്പനി അടച്ചുപൂട്ടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി തൊഴിൽ വകുപ്പിന് കത്ത് കൊടുത്തത്. ഒരാഴ്ചയായി വെയർഹൌസിലേക്ക് ചരക്കും എത്തിക്കുന്നില്ല. സ്ഥാപനം പൂട്ടിയതോടെ നേരിട്ടും അല്ലാതെയും തൊഴിൽ ലഭിക്കുന്ന 100-ലധികം തൊഴിലാളികളാണ് പെരുവഴിയിലായത്. ന്യൂസ് 18 കൊച്ചി. കൊടൈക്കനാലിൽ കാണാതായ 2 ഈരാറ്റുപേട്ട സ്വദേശികൾക്കായി തെരച്ചിൽ തുടരുന്നു. അൽത്താഫ്, ഹാഫിസ് ബഷീർ എന്നിവർക്കായാണ് തെരച്ചിൽ. 2 പേരും സുഹൃത്തുക്കൾക്കൊപ്പം തിങ്കളാഴ്ച കൊടൈക്കനാലിലേക്ക് വിനോദയാത്ര പോയതാണ്. പ്രദേശത്തെ ഉൾക്കാട്ടിൽ ചൊവ്വാഴ്ചയാണ് ഇവരെ കാണാതായത്. കൊല്ലത്ത് ആളൊഴിഞ്ഞ റെയിൽവേ കെട്ടിടത്തിനുള്ളിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ സുഹൃത്ത് അറസ്റ്റിൽ. അഞ്ചൽ സ്വദേശിയായ നാസുവാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ വ്യാഴാഴ്ച മരിച്ച ഉമാപ്രസന്നനൊപ്പം ഉണ്ടായിരുന്നുവെന്ന് ഇയാൾ പോലീസിനോട് സമ്മതിച്ചു. കൊല്ലം കുണ്ടറയിൽ പോലീസുകാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കുണ്ടറ സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ശ്രീജേഷ് കുമാറിനെയാണ്, മുക്കൂട് സ്വദേശിയാണ് അദ്ദേഹത്തെയാണ് വീട്ടിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശബരിമല സന്ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന മലപ്പുറത്തു നിന്നുള്ള അയ്യപ്പ ഭക്തർക്ക് നേരെ ആലപ്പുഴ കളർകോട് യുവാവിന്റെ ആക്രമണം. ബസിന്റെ ചില്ല് കൈക്കോടാലി കൊണ്ട് അടിച്ചു തകർത്തു. സംഘത്തിലെ 9 വയസ്സുകാരിയുടെ കൈക്ക് പരിക്കേറ്റു. യുവാവിനൊപ്പം TV റിയാലിറ്റി ഷോയിലെ താരമായ യുവതിയും ഉണ്ടായിരുന്നുവെന്നും അയ്യപ്പ ഭക്തർ പോലീസിന് മൊഴി നൽകി. ഇന്നലെ രാത്രി ആലപ്പുഴയിലെ കളർകോട് ജംഗ്ഷനിൽ വെച്ചാണ് സംഭവം. മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്തിലെ കൊട്ടേപ്പാടം സ്വദേശികളായ അയ്യപ്പ ഭക്തർ ശബരിമല സന്ദർശനം കഴിഞ്ഞ് തിരികെ വരികയായിരുന്നു. സംഘത്തിൽ 9 കുട്ടികളടക്കം 39 പേരുണ്ട്. ചായ കുടിക്കാൻ കളർകോട് ജംഗ്ഷനിൽ ഇറങ്ങി. ഈ സമയം ഹോട്ടലിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു ബൈക്കിന് സമീപത്തു നിന്ന് സംഘത്തിലുണ്ടായിരുന്ന 2 പെൺകുട്ടികൾ മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുത്തു. ഈ സമയം തൊട്ടടുത്ത് നിൽക്കുകയായിരുന്ന യുവാവ് വൃന്ദാവന എന്ന 9 വയസ്സുകാരിയെ തള്ളി താഴെയിട്ടു. തന്റെയും കൂടെയുണ്ടായിരുന്ന യുവതിയുടെയും ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞായിരുന്നു അക്രമം. പെൺകുട്ടിയുടെ കൈക്ക് പരിക്കേറ്റു. ഇതോടെ സംഘത്തിലുള്ളവരും യുവാവും തമ്മിൽ വാക്കേറ്റമായി.
മടങ്ങിപ്പോയ യുവാവ് കൈക്കോടാലി കൊണ്ടുവന്ന് അക്രമം അഴിച്ചുവിടുകയായിരുന്നു. ബസിന്റെ വാതിൽ ചില്ല് കോടാലി കൊണ്ട് അടിച്ചു തകർത്തു. അർത്ഥം കണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ചങ്ങാതി ബൈക്കിൽ വന്നു. ഈ കുട്ടികളെന്തോ പറഞ്ഞു, വേണ്ടത് എന്താണ് പറഞ്ഞത്. ഇപ്പോൾ ഒപ്പമുള്ളൊരു സ്വാമി എന്താ ചോദിക്കാൻ പോയി. അപ്പോൾ അവനെ വേണ്ടത് പറഞ്ഞു. നീ ആരടാ ചോദിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പിടി തള്ളി. എന്നിട്ട് ഞങ്ങളെല്ലാവരും എല്ലാ സ്വാമിയും വന്നിട്ട് പറഞ്ഞ് മനസ്സിലാക്കി വിട്ടു. എന്നിട്ട് അവൻ തിരിച്ചു പോയിട്ട് പിന്നെ രണ്ടാമത് വന്ന് കോടാലി എടുത്തുകൊണ്ട് ഇറങ്ങി വാടാ ആരാന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിന് തല്ലിപ്പൊട്ടിച്ചു. യുവാവിനൊപ്പം ഉണ്ടായിരുന്ന യുവതി TV റിയാലിറ്റി ഷോയിലെ താരമാണെന്ന് അയ്യപ്പ ഭക്തർ പോലീസിന് മൊഴി നൽകി. യുവതിയുടെ സമൂഹമാധ്യമ അക്കൗണ്ടിലെ ഫോട്ടോകൾ പരിശോധിച്ച സംഘം യുവാവിനെ തിരിച്ചറിഞ്ഞു. ഇവരുടെ ഫോട്ടോകളടക്കം പോലീസിന് കൈമാറുകയും ചെയ്തു. ആലപ്പുഴ സൗത്ത് പോലീസാണ് കേസെടുത്തത്. ഇരവുകാട് സ്വദേശിയായ യുവാവിനായി രാത്രി തന്നെ പോലീസ് തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 ആലപ്പുഴ. മകരവിളക്കിനൊരുങ്ങി സന്നിധാനം. കണ്ടെത്തിയോ? ശബരിമലയിൽ മകരവിളക്കുത്സവം സുഗമമാക്കാൻ പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കിയതായി ജില്ലാ കളക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ. മകരവിളക്ക് തീർത്ഥാടന മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കളക്ടറുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. മണ്ഡലകാലത്ത് 27 ലക്ഷത്തിൽ പരം തീർത്ഥാടകർക്കാണ് സന്നിധാനത്ത് സൗകര്യങ്ങൾ ഒരുക്കി നൽകിയത്. മകരവിളക്കുത്സവത്തിനും തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെയും സർക്കാരിന്റെയും നിർദ്ദേശപ്രകാരം തിരക്ക് നിയന്ത്രിക്കാൻ നടപടികൾ സ്വീകരിക്കും. നിലയ്ക്കലിന് പുറമെ വാഹന പാർക്കിങ്ങിനായി ഇടത്താവളങ്ങളിലും ജില്ലയിലെ മറ്റിടങ്ങളിലും പ്രത്യേക സൗകര്യമൊരുക്കും. 12 നടക്കുന്ന തിരുവാഭരണ ഘോഷയാത്രയ്ക്കുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. 3 വിഷയങ്ങളാണ് അധിക സംവിധാനങ്ങൾ ഒരുക്കുവാൻ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഒന്ന്, ജനത്തിരക്ക് വർദ്ധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ഹൈക്കോടതിയുടെയും നിർദ്ദേശമനുസരിച്ച് നിലവിലെടുത്തിട്ടുള്ള ക്രൗഡ് മാനേജ്മെൻറ്റിനായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും ശാസ്ത്രീയമായ രീതിയിൽ തന്നെ കണക്കുകൾ കൈക്കൊണ്ടുകൊണ്ട് നടപ്പിലാക്കുന്നതായിരിക്കും. ഇതിനോടൊപ്പം തിരുവാഭരണ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് വരും നാളുകളിൽ ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. ഒപ്പം മകരജ്യോതി ദർശിക്കുവാനുള്ള ഇടങ്ങൾ പ്രത്യേകമായി തിരഞ്ഞെടുത്തുകൊണ്ട് ആ ഇടങ്ങൾ നേരിൽ സന്ദർശിച്ചുകൊണ്ട് തന്നെ അവിടുത്തെ സുരക്ഷാ ക്രമീകരണവും ഭക്തജനങ്ങൾക്കായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പുവരുത്തുവാൻ വേണ്ട നിർദ്ദേശങ്ങളും നമ്മൾ നൽകിയിട്ടുണ്ട്. മകരജ്യോതി ദർശിക്കുന്ന ഇടങ്ങളിൽ നേരിട്ട് സന്ദർശനം നടത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. മകരവിളക്ക് ദിവസം KSRTC കൂടുതൽ സർവീസുകൾ നടത്തും. ആരോഗ്യവകുപ്പ് പ്രത്യേക ക്രമീകരണങ്ങൾ ആശുപത്രികളിൽ സജ്ജമാക്കാനും നിർദ്ദേശം നൽകി. മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപമുള്ള വെടിപ്പുരയിലെ പൊട്ടിത്തെറിയെ തുടർന്ന് സുരക്ഷാ ക്രമീകരണങ്ങളും സന്നിധാനത്ത് ശക്തമാക്കി. ഈ മാസം 7 മുമ്പ് ക്രമീകരണങ്ങൾ പൂർത്തിയാക്കാനാണ് ഉദ്യോഗസ്ഥർക്കുള്ള നിർദ്ദേശം. മകരവിളക്ക് തീർത്ഥാടനം കൂടുതൽ സുഗമമാക്കാൻ വിവിധ വകുപ്പുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 സന്നിധാനം. കയറിക്കിടക്കാൻ അടച്ചുറപ്പുള്ള വീടിന് വേണ്ടി ഒരു കുടുംബം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 17 വർഷം. കൊല്ലം പൂവറ്റൂർ കൊല്ലാമല സ്വദേശി സുരേഷും കുടുംബവും ഇക്കാലയളവിൽ കയറിയിറങ്ങാത്ത സർക്കാർ ഓഫീസുകളില്ല. കാറ്റൊന്ന് വീശിയാൽ ഉള്ള കിടപ്പാടം നിലംപൊത്തുമെന്ന ഭീതിയിലാണ് ഈ കുടുംബം. സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള ഈയൊരൊറ്റ ദൃശ്യം മതി സുരേഷും കുടുംബവും കടന്നുപോകുന്ന ദുരിത ജീവിതത്തിൻ്റെ ആഴമറിയാൻ. സർക്കസ് തമ്പിലെ ട്രപ്പീസ് കളിക്കാരനെ പോലെ അയാൾ തികഞ്ഞ അഭ്യാസിയാകുന്നു. ഈ ഞാണിന്മേൽ കളി പൂർത്തിയാകണം കൂരയ്ക്ക് കീഴിലെ ജീവിതങ്ങൾക്ക് മുകളിലെ മഴപ്പെയ്ത്ത് തടയാൻ. $2005 മുതൽ ഞാൻ അപേക്ഷ കൊടുക്കുകയാണ്. ഈ മരത്തെ കയറിക്കൊണ്ടാണ് ഞാൻ ഈ മഴയത്ത് ടാർപ്പ പിടിച്ചിടുന്നത്. അപ്പം എന്നും ഇങ്ങനെ മഴയത്ത് കയറാൻ പാടാണ്. എന്നിട്ട് വേണം ഈ എൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ട് വേണം കാറ്റടിച്ച് ടാർപ്പ പറന്നു പോകും. സമയത്ത് ഞാനിങ്ങനെ പിടിച്ച് കെട്ടുക. ഇവിടെ കെട്ടിങ്ങനെ വെക്കും. തെറ്റലുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ മണ്ടയ്ക്ക് വിട്ട് കയറാൻ. എന്നിട്ട് പഞ്ചായത്തിലൊക്കെ അപേക്ഷകൾ കൊടുത്തിട്ടൊന്നും നമ്മളെ തിരിഞ്ഞു നോക്കാൻ പോലും ആരുമില്ല. ആ ഒരവസ്ഥയിലാണ് ഇപ്പം ഞാൻ. അവർ പറയുന്നത് ലിസ്റ്റ് പേരുണ്ടല്ലോ നിങ്ങൾക്ക് കിട്ടുമെന്ന്.
പക്ഷെ ഞങ്ങൾക്ക് അർഹതപ്പെട്ട ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് ആർക്കും കിട്ടുന്നില്ല. അല്ലാത്തവർക്കെല്ലാം കിട്ടുന്നുണ്ട് വീട്. മഴ തോർന്നിട്ടും ദുരിതം തോരുന്നില്ല. അത് പാമ്പുകളുടെ രൂപത്തിലെത്തും. 6 മാസത്തിനിടെ 5 തവണ ഈ കൂരയ്ക്കുള്ളിൽ പാമ്പ് കയറി. ഭയന്ന് വിറച്ച് ഉറങ്ങാനാവാത്ത രാത്രികൾ. ഇന്നലെ രാത്രി ഞങ്ങൾ ഉറങ്ങിക്കിടന്ന സമയത്ത് ഇതിൻ്റെ മണ്ടയിൽ ഭയങ്കര സൗണ്ട് കേൾക്കുന്നു. നോക്കിയപ്പം പാമ്പ്. അപ്പം ഞാൻ അറിയുന്നില്ല. അപ്പോൾ എന്നെ വന്ന് വിളിച്ചെണ്ണിച്ചിട്ട് പറഞ്ഞ് എടി ഇതിൻ്റെ മണ്ടയിൽ ഒരു പാമ്പുണ്ട്, കൊച്ചിനെയും വിളിച്ചുകൊണ്ട് ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്തോ ഇളയവൻ തീരെ 3.5 വയസ്സേ ഉള്ളൂ. അവനെ എടുത്ത് ഞാൻ തോളയിൽ ഇട്ടുകൊണ്ട് പിന്നെ മൂത്തവനെ വിളിച്ചെണ്ണിപ്പിച്ചു. അപ്പോൾ അവൻ അപ്പോഴെന്നെ പേടിച്ച്. 5-6 പ്രാവശ്യം ഈ പാമ്പ് ഇതിനൊക്കെ കയറുന്നുണ്ട്. മിക്കപ്പോഴും അടുക്കള, ഞങ്ങൾക്ക് അടുക്കളയെന്ന് പറയാൻ പറ്റത്തില്ല, അല്ലാതെ ഒരു ചായപ്പ്. ഇത് ഞങ്ങളുടെ അടുക്കള ഇതാ, പക്ഷേ അടുക്കളയെന്ന് പറയാൻ പറ്റത്തില്ല, വളരെ ഇതായിട്ട് കിടക്കുന്നതാണ്. സർക്കാരിൻ്റെയും സർക്കാരിതര സംഘടനകളുടെയും പദ്ധതികൾ അനവധിയുണ്ട്. പക്ഷേ ഒന്നും വീടെന്ന് വിളിപ്പേര് മാത്രമുള്ള ഇവിടേക്ക് എത്തി നോക്കിയിട്ട് പോലുമില്ല. പതിവ് തെറ്റാതെ ഇത്തവണയും വീടിനുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ട്. പുതിയ പട്ടികയിൽ പേരുണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് സുരേഷും ശാലവും 10 വയസ്സുകാരൻ വിവേകും 3.5 വയസ്സുകാരൻ വൈശാഖും. ന്യൂസ് 18 കൊല്ലം. മിസ് കേരള ഫൈനൽ മത്സരം കൊച്ചിയിൽ ലേ മെറിഡിയൻ കൺവെൻഷൻ സെന്ററിൽ വെള്ളിയാഴ്ചയാണ് മത്സരം. ഫൈനലിലേക്ക് സെലക്ഷൻ ലഭിച്ച 24 പേരാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. രണ്ട് റൗണ്ട് സ്ക്രീനിങ്ങുകൾക്കും ഓഡീഷനുകൾക്കും ശേഷമാണ് ഫൈനൽ മത്സരത്തിന് റാമ്പുണർന്നത്. 3 റൗണ്ടുകളാകും ഫൈനലിൽ ഉണ്ടാകുക. ഫൈനലിനായി മത്സരാർത്ഥികളും ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. I am Ganga Satish. I am a 22-year-old from Trivandrum, currently working as a business development executive in QBurst. A very warm evening to you all. I'm Grishma Joy, 21 years young, hailing from the cultural capital of Kerala, Thrissur, born and raised in Saudi Arabia. I'm currently pursuing my bachelor's in psychology at Manipal University. ഇംപ്രസാരിയോയാണ് മത്സരത്തിന്റെ സംഘാടകർ. കൂടുതൽ പേരെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന രീതിയിൽ മത്സരത്തിന്റെ ഘടന മാറ്റുമെന്ന് ഇംപ്രസാരിയോ സിഇഒ ഹരീഷ് ബാബു പറഞ്ഞു. നമ്മൾ 18 മുതൽ 26 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ഈ മത്സരത്തിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഈ പ്രാവശ്യം നമ്മുടെ ടാഗ് ലൈൻ വാസ് റിയൽ യു എന്നുള്ളതാണ്. ഒരു ഫാഷൻ രൂപത്തിന്റെ അല്ലെങ്കിൽ ഒരു സാങ്കല്പികതയെ മറിച്ചുകൊണ്ട് എന്താണോ നിങ്ങൾ അതാണ് നമ്മൾ ഈ പ്രാവശ്യം മിസ് കേരള കൂടി പ്രതിഫലിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മളൊരു ഫാഷൻ മോഡലിന് ഇങ്ങനെ ആയിരിക്കണം എന്നൊരു രൂപം ഒരു ക്രൈറ്റീരിയ നമ്മൾ പണ്ട് മുതൽ നമുക്കുണ്ടല്ലോ. അപ്പം അത് മാറ്റിയിട്ട് നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ആറ്റിറ്റ്യൂഡാണ് നമ്മൾ കാണാൻ ശ്രമിക്കുന്നത്. ജനുവരി 6-ന് ലേ മെറിഡിയനിൽ രാവിലെ 9-ന് മത്സരങ്ങൾ ആരംഭിക്കും. മിസ് കേരള മത്സരത്തിന്റെ 23-ാം പതിപ്പാണിത്. ന്യൂസ് 18 കൊച്ചി. ന്യൂയോർക്ക് ഡൽഹി എയർ ഇന്ത്യ വിമാനത്തിൽ യാത്രക്കാരിക്ക് മുന്നിൽ മൂത്രമൊഴിച്ചത് മുംബൈ സ്വദേശിയായ ബിസിനസ്സുകാരൻ. 40 വയസ്സുള്ള ഇയാളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പോലീസ് പുറത്തുവിട്ടില്ല. ഇയാളെ പോലീസ് ചോദ്യം ചെയ്യും. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം തടയൽ വകുപ്പ് ഉൾപ്പെടെ ചേർത്ത് ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നു. കഴിഞ്ഞ നവംബർ 26-ന് ന്യൂയോർക്കിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള യാത്രക്കിടെയാണ് യാത്രക്കാരൻ വിമാനത്തിനുള്ളിൽ മൂത്രമൊഴിച്ചത്. മുൻ മാർപ്പാപ്പ പോപ്പ് എമിറേറ്റ്സ് ബെനഡിക്ട് 16-ന്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടക്കുന്ന അന്ത്യകർമ്മങ്ങൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ കാർമ്മികത്വം വഹിക്കും. മാർപ്പാപ്പമാർക്ക് നൽകുന്ന എല്ലാ ബഹുമതികളോടെയും ആകും ചടങ്ങുകൾ. സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ ഗ്രോട്ടോയിൽ ജോൺ പോൾ 2 മാർപ്പാപ്പയെ സംസ്കരിച്ച അതേ സ്ഥലത്ത് തന്നെയാണ് ബെനഡിക്ട് 16-നും അന്ത്യവിശ്രമം ഒരുക്കുക. ഇതിൻ്റെ വിശദാംശങ്ങൾ 1:45 മുതൽ ന്യൂസ് 18-ൽ തത്സമയമുണ്ടാകും. സമഗ്രമായ വിശകലനമുണ്ടാകും. ഒപ്പം ഈ പരിപാടിയുടെ തത്സമയ സംപ്രേഷണവും ന്യൂസ് 18 സമഗ്രമായി തന്നെ കവർ ചെയ്യും. ഏതായാലും ന്യൂസ് റൂം ലൈവ് അവസാനിപ്പിക്കാനുള്ള സമയമാണ്. വാർത്തകൾ തുടരും വളരെ വേഗം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം